ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഇന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷിയുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കൊടുക്കുകയുണ്ടായി. ഇക്കാലം വളരെയധികം സന്തോഷമുണ്ട്. ഈ തുടർന്നും രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല, കേന്ദ്രത്തിൽ നമുക്ക് സംബന്ധിച്ചോളം നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ദുർബലമാണ് കേന്ദ്രം. ഇന്ന് വളരെയധികം കാര്യങ്ങൾ ഒരു പ്രാദേശിക പാർട്ടി എന്നതിനപ്പുറം ഇന്ന് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെയധികം കാര്യങ്ങൾ ഇന്ന് കേന്ദ്രത്തിൽ ഇടപെടേണ്ടതുണ്ട്. നേരത്തെയുമുണ്ട്, വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മതേതരത്വം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്കകം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിയമ ഭേദഗതിയിൽ കേന്ദ്രം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള വിഷയങ്ങൾ, അത് മാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിന്റെ അവകാശങ്ങൾ അത് എടുത്തു കളഞ്ഞുകൊണ്ട് ഉള്ള കേന്ദ്രത്തിന്റെ മുന്നോട്ടുള്ള യാത്ര, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. തീർച്ചയായും ലൈക്ക് മൈൻഡഡ് പാർട്ടീസ് പ്രതിപക്ഷത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടി ഇതിനുള്ള പോരാട്ടങ്ങൾ നടത്തും. കേന്ദ്രത്തിൽ നിന്ന് കോട്ടയത്തിൽ നിന്നുള്ള ഒരാൾ കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്. അപ്പം ഈ റബ്ബർ പോലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ ഈ രാജ്യസഭാ അംഗത്വം കുറച്ചുകൂടി ഗുണകരമാവും തോന്നുന്നുണ്ടോ? അല്ല, ഞങ്ങളുടെ റോള് തീർച്ചയായും ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അവരുടെ റോളുകൾ അവർ ചെയ്യട്ടെ. പലപ്പോഴും മന്ത്രിമാര് NDA ആയിട്ട് കോട്ടയത്തുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അതിനുള്ള നടപടികളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഏതൊക്കെയാലും ഞങ്ങളും പ്രതീക്ഷിക്കുന്നു മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ളത്. ഏതൊക്കെയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ശക്തമായ പോരാട്ടം കേന്ദ്രത്തിൽ നമ്മുടെ അവകാശങ്ങൾ അതൊക്കെ നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും.